നമ്മുടെ നാട്ടിൽ ലഹരി എന്ന് പറയുന്ന ഒരു എന്താ പറയുക വിവരിക്കാനാകാത്ത വിധം മനുഷ്യനെ തകർക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടിൻ്റെ പിടിയിലായി പോയിരിക്കുന്ന സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമം, ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടായിരുന്ന അക്രമങ്ങൾ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർത്ത് ഭയപ്പാടോടുകൂടി അല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ലഹരിക്കെതിരെ മാധ്യമങ്ങൾ, വിശേഷിച്ച് റിപ്പോർട്ടർ TV നടത്തുന്ന വാർ എഗൻസ്റ്റ് ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ എന്തുകൊണ്ടും ഗുണകരമാണ്, നാടിന് ഏറ്റവും പ്രയോജനപ്രദമാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വം, ഓരോ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം. ഈ ക്യാമ്പയിന് എല്ലാവിധ ഭാവുകങ്ങളും ഇവിടെ അമർഷത്തോടും പ്രതിഷേധത്തോടും കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഭരണകൂടങ്ങളുടെ നിഷ്ക്രിയത്വമാണ് ഈ ലഹരിയുടെ ഹബ്ബായി കേരളം മാറുന്നതിന് കാരണമായിട്ടുള്ളത്. എക്സൈസും പോലീസും അടക്കമുള്ള വകുപ്പുകൾ പലപ്പോഴും ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത്, അവരവരുടെ ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുന്നതും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലില്ലാതിരിക്കുന്നതുമാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കേരള സമൂഹത്തെ എത്തിച്ചത്. ഇനിയെങ്കിലും കേരളത്തെ മറ്റു പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ പരിഷ്കൃത കേരളത്തെ ആക്കാതിരിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാം. ലഹരിക്കെതിരെ സേ നോ ടു ഡ്രഗ്സ്.